ഫിലിമി പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വകാര്യ ദുഃഖങ്ങളില്ലാത്തവരുണ്ടോ? സ്വകാര്യ ദുഃഖം എന്ന് പറഞ്ഞാൽ ഒന്നാകണമെന്നില്ല, പലതുമാകാം. ഇവിടെ നമ്മൾ പറയുന്നത് പ്രശസ്തയായ ഒരു നടിയുടെ സ്വകാര്യ ദുഃഖമാണ്, മഞ്ജു വാര്യരുടെ. അതായത് ഒന്നുമില്ലാതെ ഉടുവസ്ത്രത്തോടെ ഇറങ്ങിത്തിരിച്ചു പോയ മഞ്ജു വാര്യർ കുറച്ച് വർഷം കൊണ്ട് നഷ്ടപ്പെട്ടതെല്ലാം നേടിയെടുത്തു. അപ്പോൾ ചോദിക്കും, നഷ്ടപ്പെട്ടത് എല്ലാം നേടിയെടുത്തോ എന്നുള്ളത്. മനസ്സിലായി? ആ ഭാഗത്തേക്കല്ല ഞാൻ പോകുന്നത്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ചില കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റില്ല, ആ നഷ്ടം നികത്താനും പറ്റില്ല. അത്തരം കാര്യങ്ങളിലേക്കല്ല പോകുന്നത്. കാരണം ഒരു മഞ്ജു വാര്യർ മാത്രമല്ല ആ രീതിയിലേക്ക്. എത്രയോ പേരിവിടെ ഡിവേഴ്സുമായി ജീവിക്കുന്നവരുണ്ട്, വേറെ കല്യാണം കഴിച്ച് ജീവിക്കുന്നുണ്ട്, കല്യാണം കഴിക്കാത്തവരുണ്ട്. അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യമാണെന്ന് ആലോചിക്കണം. ഇവിടെ നമ്മൾ പറയുന്നത് മഞ്ജു വാര്യരുടെ സ്വകാര്യ ദുഃഖങ്ങളിൽ ഒരു ദുഃഖം എന്ന് പറയുന്നതാണ് ശരി. കാരണം അവർക്കേ അറിയുള്ളൂ അവരുടെ ദുഃഖങ്ങളൊക്കെ എന്താണെന്ന്. ആർക്കാണ് ദുഃഖമില്ലാത്തത്? ദുഃഖത്തിൻ്റെ കയറ്റ ഇറക്കങ്ങളുണ്ടെന്ന് ആലോചിക്കണം, തട്ടുകളുണ്ടെന്ന് ആലോചിക്കണം, അറകളുണ്ടെന്ന് ആലോചിക്കണം. ഓരോ അറയും തുറന്നു നിൽക്കുമ്പോൾ പൂർണ്ണമായ അറകളായിരിക്കണമെന്നില്ല. ചില അറകൾ നിറയെ കണ്ണീരായിരിക്കാം, ചില അറകൾ തുറന്നു കൂടി 5% സന്തോഷമായിരിക്കാം, മറ്റു അറകൾ നോക്കുമ്പോൾ കാലിയായിരിക്കാം, വേറെ ചില അറകൾ നോക്കുമ്പോൾ സങ്കടവും ദുഃഖവും സമ്മിശ്രമായിരിക്കാം. ഇങ്ങനെ നിരവധി അറകളുണ്ടെന്ന് ആലോചിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് എന്താ? 2 തരത്തിലാണ് ഇവിടെ ആൾക്കാർ ചർച്ച ചെയ്യപ്പെടുന്നത് കാലഘട്ടം. ഈ മഞ്ജു വാര്യർ ഏറ്റവും നല്ല സിനിമകൾ അഭിനയിച്ചപ്പോഴാണ്? കല്യാണത്തിന് മുമ്പാണോ അതിന് ശേഷമാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം അങ്ങനെ ചോദിച്ചാൽ നമുക്ക് വേറൊരു കാര്യം പറയാൻ പറ്റും. ഇവിടെ ജോഷിയുടെ സിനിമ, അത് മഞ്ജു വാര്യർ കല്യാണത്തിന് മുമ്പ് അഭിനയിച്ചൊരു സിനിമയുണ്ടെന്ന് ആലോചിക്കണം. പത്രം. ആ പത്രം കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. അത് പൂർത്തീകരിച്ചത് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണെന്ന് ആലോചിക്കണം. അതിനുശേഷം അഭിനയിച്ചിട്ടില്ല, പിന്നെ കുറേ വർഷം കഴിഞ്ഞിട്ടാണ് വന്നത്. പക്ഷേ ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്, കല്യാണത്തിന് മുൻപ് അഭിനയിച്ച മഞ്ജു വാര്യർ കഥാപാത്രങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അത്തരം ശക്തമായ കഥാപാത്രങ്ങൾ പിന്നെ അധികം കിട്ടിയിട്ടില്ല എന്നേ പറയാൻ പറ്റില്ല. കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല, അധികം കിട്ടിയിട്ടില്ല എന്ന് ആലോചിക്കണം. മാത്രമല്ല അന്നത്തെ ആ മഞ്ജു വാര്യരുടെ ആ അഭിനയ ശൈലി, അതായത് എന്തും വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ളൊരു ശൈലിയുണ്ടെന്ന് ആലോചിക്കണം. അതൊക്കെ തന്നെയാണല്ലോ അഭിനയം യാഥാർത്ഥ്യമാക്കി തീർക്കാൻ ട്രെയിനിൻ്റെ മുന്നിൽ ഒറിജിനലായിട്ട് ചാടി ആത്മഹത്യ ചെയ്യാൻ പോയത്. അന്ന് പിടിച്ചില്ലായിരുന്നെങ്കിലോ? ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ അഭിനയത്തിന് വേണ്ടി ജീവൻ തന്നെ പണയം വെച്ച നടിയാണ് മഞ്ജു വാര്യർ എന്ന് ആലോചിക്കണം. ജീവിതത്തിലുണ്ടായിട്ട കയറ്റ ഇറക്കങ്ങൾ, തിരിച്ചടികൾ, വേദനകളെല്ലാം ഒരു ഭാഗത്ത് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് പിന്നെ മുന്നോട്ട് നടന്നത്. അവിടെ അനുഭവങ്ങളൊരു സാക്ഷിയായി നിന്നു. അനുഭവങ്ങൾക്ക് നന്ദി പറയാൻ ഇതുവരെ അവർക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം ഇനിയും വിചാരിച്ച ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടില്ല എന്നതുകൊണ്ട് തന്നെയാണ്. ഇപ്പം നിങ്ങളോട് ആലോചിക്കും, ഇത്രയും കോടികൾ ഉണ്ടാക്കിയിട്ടില്ലേ, ഇനി എന്ത് ദുഃഖം? കോടികൾ മാത്രമാണോ സന്തോഷം നൽകുന്നത്? കോടികൾ ഉണ്ടായിട്ടും വേദനിക്കുന്ന എത്രയോ പേരുണ്ട്. അപ്പോൾ അവരുടെ ദുഃഖം, ആ ദുഃഖം എന്താണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കറിയാം. അപ്പോൾ ആ ദുഃഖത്തിൻ്റെ കണക്ക് നമ്മൾ എടുക്കുന്നില്ല. പക്ഷേ അവർക്ക് സന്തോഷിക്കാൻ വരുന്നൊരവസരമുണ്ടെന്ന് ആലോചിക്കണം. കാരണം ആ സന്തോഷിക്കാൻ വരുന്നൊരവസരം എന്ന് പറയാൻ കാരണം, ഇപ്പോൾ മഞ്ജു വാര്യർ ഒരു ഭാഗത്ത്, മുൻ ഭർത്താവും മകളും വേറെ ഭാഗത്താണെങ്കിലും ഈ മകളിപ്പോൾ പ്രായപൂർത്തിയായി, മെഡിസിൻ കഴിഞ്ഞു, ആ കുട്ടിക്കൊരു കല്യാണമുണ്ട്. ആ കല്യാണ സമയത്ത് അമ്മയുടെ സ്ഥാനത്ത് മഞ്ജു വാര്യർ നിൽക്കണ്ടേ എന്ന് ചോദിക്കും. തീർച്ചയായിട്ടും നിൽക്കേണ്ടതുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം കവിയൂർ പൊന്നമ്മ ചേച്ചിയുടെ മകള് കല്യാണം. അവിടെ മണിസ്വാമിയാണ് ഭർത്താവ്, അവരകന്ന് ജീവിക്കുകയാണെന്ന് ആലോചിക്കണം. അപ്പോൾ കല്യാണ ദിവസം ഈ 2 പേര്, അച്ഛനും അമ്മയും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് മകളെ കല്യാണ പന്തലിലേക്ക് ആനയിച്ചതെന്ന് ആലോചിക്കണം. കാരണം ആ കുട്ടിയെ സംബന്ധിച്ച് അച്ഛനും അമ്മയും രണ്ടല്ല ഒന്നാണെന്ന് ആലോചിക്കണം.
അപ്പോൾ ആ ഒരു സന്തോഷത്തിൻ്റെ നിമിഷത്തിന് വേണ്ടി മഞ്ജു വാര്യർ കാത്തു നിൽക്കുമ്പോഴാണ് ഇടയ്ക്കൊരു ചോദ്യം വന്നത്. ഇതുവരെ അഭിനയിച്ചിട്ടുണ്ടല്ലോ, നിങ്ങളുടെ ജീവിതത്തിൽ സ്വകാര്യ ദുഃഖങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ ആ സ്വകാര്യ ദുഃഖങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചത് പത്രപ്രവർത്തകൻ ചോദിച്ച് വേറെ ഒരു ഉദ്ദേശത്തിലാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ സ്വകാര്യ ദുഃഖങ്ങളുണ്ട്. അതിലൊന്ന്, ഒരു വലിയ സംവിധായകൻ്റെ സിനിമയിൽ ഒരു ചെറിയ റോളിലെങ്കിലും എനിക്ക് അഭിനയിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്താണ്. അപ്പോൾ ആരാണ് ആ വലിയ സംവിധായകൻ? ചെറിയ റോളിൽ അഭിനയിക്കാൻ വേണ്ടി ആഗ്രഹിച്ച ആ വലിയ സംവിധായകൻ ആരാണ്? അപ്പോൾ ചിലർ ചോദിച്ചു, അടൂർ ഗോപാലകൃഷ്ണനാണോ അരവിന്ദനാണോ എന്നൊക്കെ ചോദിച്ചേക്കാം. കാരണം ഇവിടെ പലരും പറഞ്ഞെന്താ, അടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമയിൽ കഥയെന്നറിയാതെ ഒരു ഡയലോഗ് പോലില്ല, അത് മുഖം മാത്രം കാണിച്ചാൽ മതി, ഞാൻ സംതൃപ്തനാകുമെന്ന് പറഞ്ഞ കുറേ പേരുണ്ടെന്നാണ്. അതൊന്നല്ല ഇവിടെ. മഞ്ജു വാര്യർ പറഞ്ഞത് KG ജോർജിനെ കുറിച്ചാണെന്ന് ആലോചിക്കണം. KG ജോർജിനെ കുറിച്ച് പറയുമ്പോൾ 1000 നാവ് ആ നടിക്കുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുറേ സിനിമകൾ കണ്ടിട്ടുണ്ട്. ആ സിനിമ ഒന്നിനൊന്ന് ഓടുകയോ ഓടാതിരിക്കുകയോ ചെയ്യട്ടെ, ഒരു സിനിമയുടെ വിജയം കളക്ഷൻ മാത്രമല്ലല്ലോ. ആ KG ജോർജ് സാറിൻ്റെ, ഞാൻ പല സംവിധായകരുടെയും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, പ്രഗത്ഭരുടെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, വലിയ റോളുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ KG ജോർജ് സാറിൻ്റെ ഒരു സിനിമയിലെങ്കിലും അഭിനയിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അത് നടക്കുമെന്ന് ഞാൻ വിചാരിച്ചപ്പോൾ അദ്ദേഹം രോഗിയായി തീർന്നത്. പിന്നീട് നടക്കില്ല എന്ന് മനസ്സിലായി. എൻ്റെ മനസ്സിലൊരു സ്വപ്നമുണ്ടായിരുന്നത്, അദ്ദേഹം മമ്മൂക്കയ്ക്ക് കൊടുത്ത പോലെ യവനികയിലെ ഇൻസ്പെക്ടർ ഈരാളി എന്നുള്ള കഥാപാത്രത്തെ പോലെ സ്ത്രീക്ക് പറ്റിയ, സ്ത്രീകൾക്ക് വേണ്ടിയും കുറേ നല്ല റോളുകൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ശ്രീവിദ്യ അടക്കമുള്ളവർക്ക്, സുഹാസിനി അടക്കമുള്ളവർക്കുള്ള നല്ല റോളുകൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു നല്ല റോള് തനിക്കും കിട്ടുമെന്ന് വിചാരിച്ചിരുന്നു. അത് നടക്കുമെന്ന് വിചാരിച്ചു, നടന്നില്ല എന്നാലോചിക്കണം. ഇനി ഒരിക്കലും അത് നടക്കില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിക്കില്ല. അതൊരു വലിയ ദുഃഖം മാത്രമാണ്. പിന്നെ ഉള്ളത് പഴയ സംവിധായകൻ, ഇപ്പോഴും സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന, പുതിയ സിനിമ ചെയ്യാൻ പോകുന്ന ഹരിഹരനാണെന്ന് ആലോചിക്കണം. ഹരിഹരൻ്റെ സിനിമയിലും നല്ല റോളുകൾ ചെയ്യാൻ മഞ്ജു വാര്യർക്ക് കഴിഞ്ഞിട്ടില്ല. ബാക്കി ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരുമാതിരിപ്പെട്ട ആൾക്കാരുമായിട്ട് ചെറുതും വലുതുമായ റോളുകൾ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ നടന്മാരോടൊപ്പം ആ കാര്യത്തിൽ ഭാഗ്യവതി തന്നെയാണ്. പുതിയ തലമുറയിൽ മിക്കവരുമായിട്ടും അഭിനയിച്ചിട്ടുണ്ട്. മമ്മൂട്ടിയായിട്ട്, മോഹൻലാലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, ടൊവിനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, പൃഥ്വിരാജായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ പുതിയ എല്ലാവരുമായിട്ടും അഭിനയിച്ചിട്ടുണ്ട്. അപ്പോഴും അവരുടെ ആ സ്വകാര്യ ദുഃഖം ഇപ്പോഴും അവശേഷിക്കുകയാണ്. ആ ദുഃഖം എന്തായാലും മാറ്റാൻ പറ്റില്ല. അതിന് മറ്റുള്ളവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ദുഃഖം പോലെ തന്നെ, അതായത് 2 സ്വകാര്യ ദുഃഖങ്ങളുണ്ട് മഞ്ജു വാര്യർക്ക്, അതൊരിക്കലും നികത്താൻ കഴിയില്ല. അത് ഒന്ന് ഡിവോഴ്സും, 2 KG ജോർജിൻ്റെ സിനിമയും.